നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരതി, നീ എന്താ എന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നേ? ഇയാള് പഴയ തിരുവിതാംകൂർ മഹാരാജാവല്ലേ? കണ്ട ഉടനെ പ്രജകൾ എല്ലാരും കൂടെ വന്ന് തൊഴുത ആചാരം അർപ്പിക്കാൻ. രാജാവോ മന്ത്രിയോ ഒന്നും അല്ലെങ്കിലും നിന്റെ കാര്യത്തിൽ അറിയാതെ ഒരു താലി കിട്ടിപ്പോയില്ല ഞാൻ. അയ്യോ, അത് ഓർമ്മിപ്പിക്കാതിരിക്കുന്നതാവും തൽക്കാലം നല്ലത്. ആളെ വിട്. ആരതി, ഇനി എന്താ? നീ എന്താ ഓട്ടോയിൽ കയറാൻ പോകുന്നേ? ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വന്നല്ലേ? എന്തിന്? ഞാൻ ആരോട് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പറയാതെ വന്ന് കാത്തു നിൽക്കാനും തുടങ്ങി. പുതിയ തരം പ്രേമ നാടകമാണല്ലോ. എന്ത് ദുരുദ്ദേശമാണെന്ന് ആർക്കറിയാം? ദുരുദ്ദേശോ? നീ വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇയാൾ എന്തെന്നെ മൂക്കിലേക്ക് വലിച്ചു കയറ്റോ? നീ രാവിലെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അവഗണിച്ചിട്ട് പോയില്ലേ? അപ്പം മുതലേ ഒരു വിഷമമാ. അതുകൊണ്ടാ ക്ലാസ് കഴിയുന്ന സമയം നോക്കി ഇവിടെ കാത്തു കിടന്നത്. നിനക്ക് എന്നോടൊന്നും ഇല്ലെന്നറിയാം, പക്ഷേ എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. അയ്യോ, ആണോ? എന്നാ ഞാനത് വരവ് വെച്ചിരിക്കുന്നു. രാവിലെ എന്നെ പെരുവഴിയിലല്ലേ ഇറക്കി വിട്ടത്. അതുകൊണ്ട് ഇനി അവിടെ തന്നെ വണ്ടിയിട്ട് കാത്തു നിന്നാ മതി. ഞാൻ വന്ന് കയറിക്കോളാം. കയ്യിന്ന് വിട് മുരളേട്ടാ. നിന്നെ പിക്ക് ചെയ്യാൻ ഇവിടെ വരെ വരാൻ അറിയാമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാനും എനിക്കറിയാം. വന്ന് കയറിക്കോട്ട്. മനസ്സില്ല എനിക്ക്. വിട. വിടാൻ വിടാന്നല്ലേ പറഞ്ഞത്? വെറുതെ ബലം പിടിക്കല്ലേ? വിടന്നെ. വിട്. ഒയ്ന്ന് വിടാൻ. മുരളേട്ടാ വിട്. എന്താടാ ഇവിടെ? എന്താടാ പട്ടാപ്പകരം നീയൊക്കെ പെമ്പിള്ളേരെ ശല്യപ്പെടുത്താൻ ഇറങ്ങിയിരിക്കണോ? എല്ലായിടത്തും കാണും ഇതുപോലുള്ള പൂവാലന്മാര്. മാനം മര്യാദയ്ക്ക് വഴി നടക്കുന്ന പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ. എന്താണ് വിളിച്ചു നോക്കുന്നത്? മര്യാദയ്ക്ക് കൈയെടുക്കണ. അവിടെ എന്തോ പ്രശ്നം നടക്കുവാണെന്ന് തോന്നല്ലോ. നമുക്ക് പോയി നോക്കാം. വാ. എന്താ മോളെ പ്രശ്നം? ചേട്ടാ, അത് പിന്നെ എന്റെ പൊന്നു ചേട്ടന്മാരെ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. ഞങ്ങൾക്ക് ചെറിയ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് സംസാരിക്കുകയായിരുന്നു. അതിനിടയിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട ഒരു കാര്യമില്ല. അത് ശരി. എന്നാലേ കുടുംബ പ്രശ്നങ്ങളെ നടറോട്ടി വെച്ചല്ല തീർക്കേണ്ടത്. ഭാര്യമാരുടെ അടുത്തെ ബലം പിടിക്കാൻ നോക്കുകയല്ല വേണ്ടത്, അടുപ്പത്തോടെ പെരുമാറുക വേണ്ടത്. മനസ്സിലായോടാ? ദേ, ഈ കുട്ടിയുടെ മുഖം കണ്ടാ അറിയാലോ എത്ര മര്യാദക്കാരിയായ കുട്ടിയാന്ന്. ഇവന്റെ മുഖത്താണെങ്കിൽ ഒരു കള്ള ലക്ഷണമുണ്ട്. അല്ല, എവിടാ മോളെ നിന്റെ വീട്? ഇത് നിന്റെ ഭർത്താവ് തന്നെയാണോ? ഏയ് അല്ല ചേട്ടാ. ആ, അങ്ങനെ വരട്ടെ. മോളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന പൂവാലനാണ് ഇവനല്ലേ? എടി ഭയങ്കരി, നീ മിണ്ടരുത് നാറി. ദേടാ വന്നേ. എന്തു പറ്റി? എന്താ ഏട്ടാ ഇവിടെ പ്രശ്നം? അതെ, ദേ ഇവൻ പട്ടാപ്പകൽ ഈ പെങ്കൊച്ചിനെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോവാൻ നോക്കുക. എന്റെ പൊന്നു ചേട്ടന്മാരെ, സത്യമായിട്ടും ഇവളെന്റെ ഭാര്യയാ. വീട്ടിൽ വഴക്കായതുകൊണ്ട് ഇവള് സമ്മതിക്കാത്തതാ. മിണ്ടരുതെന്ന് പറഞ്ഞില്ലടാ. ഈ പെങ്കൊച്ചു പറഞ്ഞല്ലോ നീ ആരും അല്ലാന്ന്. പെങ്ങള് പോക്കോ, ഇവനുള്ള ഡോസ് ഞങ്ങള് കൊടുത്തോളാം. താങ്ക്സ് കേട്ടോ. നിങ്ങളേക്ക് ഈശ്വരനെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പൊ ചെയ്ത കുറ്റത്തിന് ആവശ്യത്തിന് വാങ്ങിച്ചോ. പോട്ടെ. എടി രാക്ഷസി, നീ എന്നെ നീ പട്ടാപ്പകൽ കുട്ടികളെ തട്ടിക്കൊണ്ട് പോവല്ലടാ. ഞങ്ങളുടെ കൺമുന്നിൽ സത്യം പറഞ്ഞിട്ട് പോടി. അടങ്ങി നിൽക്കണ അവിടെ. കൊടുത്തിട്ട് പോണോടി. നിക്കടി അവിടെ. നിക്കാൻ. എന്നാ തുടങ്ങിക്കോ. അതിനെ ആർക്ക് വേണം നിങ്ങളുടെ നന്ദി? ആദ്യം കാശ്, എന്നിട്ട് മതി ചിത്രം കൈമാറുന്നത്. താനേ ഒരു ചെകുത്താനാ, അതെനിക്ക് നന്നായിട്ടറിയാം. തന്നെ ഇനി ഒരിക്കലും കാണരുതെന്നാ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്.
എന്നിട്ട് ഞാൻ ഈ പടങ്ങൾ വരച്ചത് ചിത്രകല എന്റെ തൊഴിലായതുകൊണ്ട് മാത്രമാ. മതി മതി, നീ ചെയ്ത തൊഴിലിനുള്ള ശമ്പളം എത്രയാണെങ്കിലും ഞാൻ തരാന്ന് പറഞ്ഞാണല്ലോ. പിന്നെ എന്തിനാണ് ഈ അധിക പ്രസംഗം? അധിക പ്രസംഗമാണോ ആവശ്യ പ്രസംഗമാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്റെ ഈ കൈകളെ ഈശ്വരൻ അറിഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടതാ ഭൂമിയിലേക്ക്. അതുകൊണ്ട് എന്റെ വില ഞാനാ തീരുമാനിക്കുന്നത്, താനല്ല. ശരിടാ, ഒരു പടത്തിന് 1 ലക്ഷം വെച്ചല്ലേ നീ അപ്പൊ ചോദിച്ചത്? അത്യാർത്ഥമുണ്ട്, നീ ചോദിച്ച എല്ലും കഷ്ണം വലിച്ചെറിഞ്ഞേറെ മേഘൻ സാറിന് റെഡിയാണല്ലോ. ദേ ഇരിപ്പുണ്ട് നിന്റെ പണം, ആ 2 ലക്ഷം എടുത്ത് കൊടുത്തേക്ക്. അതും വാങ്ങി ചിത്രങ്ങളും ഏൽപ്പിച്ച് വേഗം സ്ഥലം വിട്ടോണം. ഇനി മേലിൽ നീ എന്റെ കൺമുന്നിൽ വന്നേക്കരുത്. അങ്ങനെ 2 ലക്ഷം ഉലുവേലേ എന്നെ വിലക്കെടുക്കാന്ന് കരുതണ്ട ആരും. കഴിഞ്ഞ തവണ 3 ചിത്രങ്ങളാണ് ഞാൻ വരച്ചത്. അവയെല്ലാം താൻ നശിപ്പിച്ചു. എനിക്ക് ഭ്രാന്ത് കയറി ഞാൻ വരച്ചതാണെന്നാ താൻ പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ അതൊക്കെ. അന്ന് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ ചിത്രങ്ങളുടെ പണം കൂടി ഇന്ന് ഞാൻ തന്നെ കൊണ്ട് എണ്ണി വയ്പ്പിക്കും. ഓ, ഇപ്പോഴത്തെ 2ഉം അപ്പോഴത്തെ 3, അങ്ങനെ രൂപ 5 ലക്ഷം എന്റെ കൈവെള്ളയിൽ വച്ച് തന്നേ പറ്റൂ. എങ്കിലേ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന പെൺകുട്ടികളുടെ ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് കണി കാണാൻ തരൂ ഞാൻ. ഓ, അപ്പം വെൽ പ്ലാൻ ചെയ്തിട്ടാണല്ലേ നിന്റെ വരവ്. സന്ദർഭം വച്ചൊരു വില പേശം. ആ, എത്ര പണം വേണമെങ്കിലും ചോദിച്ചോളാൻ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പക്ഷെ ഇപ്പോഴത്തെ നിന്റെ ഈ വെല്ലുവിളിക്ക് ഞാൻ തല കുനിച്ചാൽ ഈ മേഘനാഥൻ ആണല്ലാതായി പോകും. അതുകൊണ്ട് ഈ ചിത്രങ്ങൾ ഇവിടെ വച്ചിട്ട് ആദ്യം പറഞ്ഞ തുകയും വാങ്ങി പോവാൻ നോക്ക്. പെട്ടെന്നാവട്ടെ. നടക്കില്ല സാറേ, നടക്കില്ലത്. ഫുൾ 5 ലക്ഷം എന്റെ ഈ കയ്യിൽ തരാതെ നിങ്ങളെ ഈ പടം പോലും കാണിക്കില്ല ഞാൻ. വെറുതെ വാശി കാണിക്കരുതെന്നോട്. ആ അതെ, അതാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. 1 രൂപ കൂടി അധികം ഞാൻ തരില്ല നിനക്ക്, അഹങ്കാരി. വരച്ച പടം ഇവിടെ വെച്ചിട്ട് ഇറങ്ങി പോടാ ഇവിടെ നിന്ന്. ഭീഷണിയാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ, ഭീഷണി തന്നെയാ. മര്യാദയ്ക്ക് അതവിടെ വയ്ക്കാതെ നീ ഇനി ഈ മുറിയിൽ നിന്ന് തിരിച്ചു പോവില്ല. സംശയമുണ്ടോ തനിക്ക്? ഒരു സംശയവുമില്ല. താൻ ചതിക്കാൻ മടിയില്ലാത്തവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതിന്റെ മറുപടി ദാ ഇതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.